നമസ്കാരം, എല്ലാവർക്കും ദേവി ചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മകം നക്ഷത്രം എത്തിയിരിക്കുകയാണ്. താങ്ക് യു. മകംകാരനും എത്തിയിട്ടുണ്ട്. അതെ, മൂന്നാമത്തെ നമ്മളുടെ കുടുംബത്തിലെ സർപ്പപ്രതിഷ്ഠ വാർഷിക ദിവസമാണിന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇത് കഴിഞ്ഞ വർഷം കാണിച്ചതല്ലേ എന്ന്. പക്ഷേ ഈ വ്ളോഗിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കുറേ റിലേറ്റീവ്സ് വിദേശത്തുണ്ട്. അമേരിക്കയിലുള്ളവരുണ്ട്, ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ ബോംബെയിലും പൂനെയിലും ചെന്നൈയിലും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്, അന്റാർട്ടിക്കയിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളുടെ വളരെ ക്ലോസ് ടു ആയിട്ടുള്ള ലക്ഷ്മി സദനം ഫാമിലിക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. നമ്മളെ പ്രേക്ഷകർ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നറിയാം. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞത് കൂടെ ഉണ്ടെന്ന്. ആണോ? കൂടെ ഉണ്ടെന്നുള്ളതല്ല, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് റെക്കോർഡാണ്. ഇത് വിദേശത്തും സ്വദേശത്തും അവിടെയും ഇവിടെയൊക്കെ. അല്ല, ഈ പുതിയ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അത് ഇത് സീരിയൽ പോലെയാണ്. നമ്മൾ ഓരോ ആഴ്ചയും കാണുമ്പോൾ പുതിയ പ്രതിഭാസമാണ്. അത് തെറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പതിവ് തെറ്റിക്കാതെ നമ്മളെല്ലാ കുടുംബാംഗങ്ങളും ഇവിടെ പറ്റുന്ന എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇന്ന് ഏറ്റവും ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അതായത് ഞങ്ങളുടെ ഈ ഫാമിലിയിലെ ഏറ്റവും മൂത്ത സിസ്റ്ററായ അപ്പച്ചി, സന്താന ലക്ഷ്മി അപ്പച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു അഡീഷണൽ സംഭവം. ആദ്യമായിട്ടാണ് നമ്മുടെ വ്ളോഗിൽ ആദ്യമായിട്ട് വരാൻ പോവാ കേട്ടോ. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാവരെയും പരിചയപ്പെടുത്താം. പൂജകൾ തുടങ്ങി. നമ്മുടെ ചിത്ര നമ്പൂതിരി അദ്ദേഹമാണ് നമ്മളുടെ ഈ കൊല്ലവും പ്രതിഷ്ഠ വാർഷിക ചടങ്ങുകളെല്ലാം നടത്തുന്നത്. അതിലേക്കൊക്കെ കടക്കാം, വിശേഷങ്ങളൊക്കെ പറയാം. ചെറിയ സദ്യയൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ണാം. ഇഡലി കഴിച്ചിട്ടില്ല, പൂജ കഴിഞ്ഞ് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഗണപതി ഹോമം തുടങ്ങിയിരിക്കുകയാണ്. പണിയൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയപ്പത്തിന്റെ ആയിക്കോട്ടെ. തന്റെ ബാക്കി പകുതിയൊക്കെ വിളിച്ചോണ്ട് എല്ലാവരും ഡ്രസ്സിങ്ങിലാണ് കേട്ടോ, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ അല്ല, ഇന്നലെ തൊട്ടേ ഒരുപാട് പരിപാടികളുണ്ട്. ആകെ ഒരു ദിവസം കേട്ടോ, ഇത്രയും നാൾ പ്രതിഷ്ഠ കഴിഞ്ഞ് ആകെ ഒരു ദിവസം ഓടി ക്ഷീണിച്ച് നിൽക്കുക. എങ്ങനെയായിരുന്നു ഓടിയത്? ഷൂസ് ഇട്ടാണോ ഓടിയത്? ചൂടല്ലേ, ഭയങ്കര ചൂടല്ലേ, നിങ്ങൾക്ക് ചൂടില്ലേ? മനസ്സിലാവും. പക്ഷെ ഇന്നലെ മഴ പെയ്തു, അതുകൊണ്ട് ഇവിടെ നല്ല തണുത്ത് നല്ല സമാധാനമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര വെയിലായിരിക്കും പ്രദേശത്ത് നമ്മളൊരു കൂടാരമൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒന്നും നോക്കണ്ട, ഇപ്പൊ സമയം ഇത്രല്ലേ ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഓവർ ടു പൂജ. പരമേശ്വരനുടെ തിരുമകനാകിയ കരിവരവദനൻ ഗണപതി ഭഗവാനും പരമേശ്വരനുടെ തിരുമകനാകിയ കരിവരവദനൻ ഗണപതി ഭഗവാനും പരമരസത്തോടു പാലുകുടിപ്പാൻ പാൽക്കടൽ തന്നൂടെ തീരം തന്നിൽ സരസ ചെന്നത് മുഴുകിയ നേരം നീളം പെരിയൊരു നാഗകുലേന്ദ്രനും നീളം പെരിയൊരു നാഗകുലേന്ദ്രന് ചാലെ വളഞ്ഞു കിടപ്പതു കണ്ട് നാഗകുലേന്ദ്രന് തന്റെ പുറത്തൊരു പുരുഷനുമുണ്ടു ശയിച്ചിടുന്നു. അപ്പുരുഷനുടെ നാഭിയിൽ നിന്ന് മേൽപോട്ടേക്കൊരു താമര കാണാം. അത്താമരയുടെ നാളം തന്നിൽ നാൽമുഖമുണ്ടൊരു ദേവനുമുളവായി. മകനെ കണ്ടനനന്ദൻ മുകളിൽ മധുമദന ശ്രീനാരായണനും കൈലാസം ഭൂകമ്മയുടെ കഥ കോലാഹലമോടരുളി ചെയ്ത് മാതാവേ കേട്ടിടണമെന്നുടെ ചേതസി ഭയമുണ്ടായ പ്രകാരം കരിവരനായി നടന്ന ഗിലേശ കണ്ടുടനെ മലർമാതും പിടിയും ഇരുവരുമായി വിളയാടിന കാലം ഇച്ഛയുടെ ഉമ പെറ്റൊരു പൈതലും
പരാസ്തുതികരമതിൽ മൂലം കരനുടെ മടിയിലിരുന്നു കരഞ്ഞു അത് പൊഴുതുമയാളരിശപ്പെട്ടു തീരാതൊരു പശിയുള്ള നിനക്ക് തിരുവുള്ളം ചെയ്താളതു നേരം തിരുവയറാക നിറപ്പാനിപ്പോൾ അരയാൽ കോരി കുടിമകനി ജയം സുതികരവൻപൊടു വീശിലയമൃത കുഴലിന പാൽ കടൽ മധ്യത്തിങ്കലം കൊതി പെരുകുന്നീൻ കുടവയറന്മാർ കുടുകുടയതു ചിലർ നദി ഗുരുനികരം ഗണപതി ഭഗവാനമർദിനിരുന്നു കാലുമടക്കി ശമ്പളമിട്ടു തൃക്കൈ കൊണ്ടൊരു മലരു കൊടുത്താൽ മതിമതിയെന്നീ ഗണപതി ജയ ജയം ഗണപതി ജയ ജയ ഗജവരണി ജയ പണികിണമണിയും പരമതി പൂജ ഗുണമുടു നീരി തുണയരുളീണവ ഇരുസുത മകനാ ഗണപതി ജയ ജയ ഹരഹര ശിവ ശിവ പുരഹര ദഹന പിരവോടു മതകരി വടിവായുടനെയും ഗിരിമകളരികെ തുണയരുളീണവ ഇരുസുത മകനാ ഗണപതി ജയ ജയ. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ പൂജയ്ക്ക് വന്നിരിക്കുന്ന നമ്മുടെ ചിത്രനമ്പൂരി നമുക്കറിയാം, അതിനു മുമ്പും നമ്മുടെ ബ്ലോഗിലൂടെ കണ്ടിട്ടുണ്ട്. അതാണ് നമ്മളുടെ കൂടെ പ്രാവശ്യം കൂടിയ തിരുമേനിമാർ. തിരുവേനി വെച്ചൂരാണ്, തണ്ണീർമുക്കം അടുത്ത്. അതെ, ശ്രീജിത്ത്. അതെ അല്ലേ. അപ്പോൾ ഒരുപാട് വർഷമായോ ഇത് ആയിട്ട്? പാരമ്പര്യമായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ അക്കൗണ്ട്സിൽ വർക്കും ഉണ്ട്. ഓ ശരി. TDS ചെയ്യുന്നുണ്ട്. ഓ ആ. പിന്നെ ഓൾറെഡി മറ്റേ കുമാരൻ്റെ ഒരു കടികോൾ തിരുമേനിയുടെ കൂടെ പഠിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നുണ്ട്. അതെ അല്ലേ, സന്തോഷം. ഇപ്പൊ ഇവിടെ വരാൻ പറ്റില്ല, നമുക്ക് സന്തോഷം. തിരുമേനി? എൻ്റെ പേര് ഗണേശൻ എന്നാണ്. ആലപ്പുഴയാണ് വീട്. ആലപ്പുഴ ഏൻപുരത്താണ് പഴവീട്. അല്ല, ഏൻപുരം. ആ, പഴവീട്ട് അമ്പലത്തില് ഇല്ല, അദ്ദേഹമാണ് പഴവീട് അമ്പലത്തിൽ. അല്ല, ഞാൻ വെച്ചൂർ തന്നെയാണ്. പോകുന്നല്ലോ, അച്ഛൻ തീർത്ഥനെ പരിചയമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒരു പെട്ടെന്ന് വിളിച്ചു. നമ്മുടെ ഭാഗ്യം അല്ലാതെ എന്താ. പിന്നെ അദ്ദേഹത്തിന്റെ തന്ത്രമുള്ള പഴവീട് അമ്പലത്തില് മാസപൂജയ്ക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെ അദ്ദേഹമായിട്ട് പരിചയമായി. അങ്ങനെയാണ് അദ്ദേഹം. അതിൽ ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ പറ്റിയത്. നമുക്കും ഇതിന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ വരാൻ പറ്റിയതിൽ. ഇനി അങ്ങോട്ട് ഉണ്ടാവട്ടെ. ഇത് തന്നെ ഞാൻ ജ്യോതിഷമൊക്കെ ചെയ്യുന്നുണ്ട്. ആ, പിന്നെ കുറെ കാലമായിട്ട് ഇവിടെ തന്നെയാണ്, ആലപ്പുഴ തന്നെ മഠത്തിൽ തന്നെ. നമുക്ക് സന്തോഷം, ഒരുപാട് സന്തോഷം. വളരെ സന്തോഷകരമായിട്ട് നമ്മുടെ പൂജാ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എല്ലാ ഭഗവാന്മാരുടെയും പ്രത്യക്ഷ ദൈവമായ സർപ്പ ദൈവങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഈ കോസ്റ്റ്യൂം, അതായത് ഈ സെറ്റ് മുണ്ട് എനിക്ക് സ്പെഷ്യലായിട്ട് അയച്ചു തന്നത് സായ്മീര ഗാർമെൻറ്റ്സ് ആണ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ബൊത്തിക്ക് തന്നെയാണ് സായ്മീര. ഇതുപോലുള്ള സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ എനിക്ക് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു സ്പെഷ്യൽ മെൻഷൻ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, സായ്മീര ഗാർമെൻറ്റ്സ് എന്നാണ്. ഫോളോ ചെയ്യുക. നല്ല കോസ്റ്റ്യൂംസും സാരീസും ഒക്കെ ഉണ്ട്. അതെല്ലാം പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതൊരു ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട്ലി പ്രൊമോഷൻ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഈ വിശേഷങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്കും മനസ്സ് നിറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിട വാങ്ങുന്നു. നമസ്കാരം.